നമ്മൾ എത്ര വലിയ നിലയിൽ ലോകത്ത് എവിടെയായാലും നമ്മൾ ആരാണെന്നും നമ്മുടെ ഭൂതകാലം എന്താണെന്നും ചെയ്യാനായിട്ട് ദൈവം ചിലരെ സൃഷ്ടിച്ചിട്ടുണ്ട്. മോൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണമെന്നേ അമ്മ പറഞ്ഞുള്ളൂ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മ ഇനി ഒരു പക്ഷെ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവരാരും നിന്നെ കൂടെ കൂട്ടിയെന്ന് പോലും വരില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും അമ്മ? മോള് പേടിക്കണ്ട കേട്ടോ. അമ്മയുണ്ടാവും എന്നും മോളുടെ കൂടെ. ഇതിപ്പോ കഴിയോ? കഴിയുമായിരിക്കും. എന്തൊരു ടൈപ്പുണ്ടല്ലോ, കാര്യം പറ. നമുക്കൊരു സിനിമക്ക് പോവാം. ചക്ക, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമ ഒന്നും ഇഷ്ടമൊന്നല്ല. തന്നെ പോയി കണ്ടാൽ മതി. അല്ലൂർജിന്റെ പടമാണ്. അല്ലൂർജിന്റെ ആണോ? എന്നാ ഞാൻ വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇപ്പൊ തീരോട്ടാ. അല്ലൂർജുൻ എന്ന് പറഞ്ഞപ്പോ HR റൂം അവിടെയാണേ. ഇതാണോ പുതിയ ആള്? തിങ്സോ കൊള്ളാല്ലേ? പക്ഷെ ഈ കുട്ടി എവിടെയോ അളിയാ എന്തോ മണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാം, ഫസ്റ്റ് ഡേ തന്നെ ലൈൻ വലിച്ചു കയറ്റി നാറ്റിക്കരുത്, മനസ്സിലായോ? ഈ കമ്പനിക്കുള്ള റെപ്യൂട്ടേഷനെ അതിലും കൂടുതൽ എനിക്കുണ്ട്. ദൈവത്തെ ഓർത്ത് നാറ്റിക്കരുത്. പോയി പണിയെടുക്ക്. അനിയാ എന്താ ചെയ്യ്? പോയി പണിയെടുക്കടാ. ഓക്കേ. മനോജ് വന്നില്ലേ? ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ഹായ്. ചായ കുടിക്കുന്നോ? ഓക്കെ, ഞാൻ എടുക്കാം. ഓഫീസൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നൈസ്. വിനീത്. അശ്വതി. പാർവതി. പാർവതി. പാറു ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാ. അതെ. എത്ര വയസ്സുണ്ട്? 26. അപ്പൊ എന്റെ ഇതിനു മുമ്പ് ജോലിയൊന്നും നോക്കിയില്ലായിരുന്നു? ഇല്ല, 2-3 വർഷം ഗ്യാപ്പായിരുന്നു. 2-3 വർഷം? അതെന്ത്? ഇല്ല, കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ്. എല്ലാം അറിയണം അല്ലേ? എല്ലാം അറിയണ്ട, കുറച്ചൊക്കെ അറിഞ്ഞാൽ മതി. കുടി. Parvati, right? Myself, Imtiaz. Hi. Hi. കുട്ടി കഴിച്ചിരുന്നോ? പാറു, നമുക്കൊരു സിനിമയ്ക്ക് പോയല്ലോ? എങ്കിൽ ഞാനും വരാം. അയ്യോ, 3 ടിക്കറ്റ് ഉള്ളൂടാ. നീ വരണ്ട, അവിടെ ഇരുന്നോ. എന്നാ ഞാനില്ല. എന്നാ ഞാൻ വരാം. നീ വന്നാൽ ശരിയല്ല. എന്താ? അതെ, പാറു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നേരം സിനിമയ്ക്ക് പോകുന്നില്ല. അത്രേ ഉള്ളൂ. അതെ വരുന്നു. പണ്ടാണെങ്കിൽ എല്ലായിടത്തും എൻ്റെ കൈയും കാലത്തിനൊന്നും എന്താ വരാം. ഇവനെ ഏതരാ യൂസ്ലെസ്. പാറു ശരിക്കും സിനിമയ്ക്ക് വരില്ല? ഇല്ല, പിന്നെ ഒരു ദിവസമാവാം. വീട്ടിലമ്മ ഒറ്റയ്ക്ക. അപ്പൊ അച്ഛനോ? മനമേ പൂക്കൂപതിയേ ഋതുവേ മാറു തനിയേ തനിയേ വെയിലേ പോരൂ ഇതിലേ വെറുതെ ചേരുചിരിയേ തിരികെ.
ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കണ്ടോ, രാവിലെ ഒരു ഓട്ടോക്കാരൻ വന്ന് ഒരൊറ്റ ഇടി ഇടിച്ചതാ. കൈ ഇങ്ങനെ കഷ്ടാരെന്ന് പറയാം. കൈക്കൊക്കെ നല്ല വേദനയുണ്ട്. അല്ല, എന്തു പറ്റി രണ്ടുപേർക്കും? ഒന്നുമില്ലടാ. എന്തുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. കാര്യം പറടി. എടാ, നമ്മുടെ പാർവതി ഇല്ലേ, ആ നീ അവൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളിന്നൊരു കാര്യം അറിഞ്ഞു. എന്ത്? നമ്മുടെ ഗ്രൂപ്പിൽ മൊത്തം അതായിരുന്നു ഇന്നത്തെ ചർച്ച. ഈ കൊറോണ സമയത്തെ എറണാകുളത്ത് വെച്ചൊരു റേപ്പ് നടന്നില്ലായിരുന്നു? ആ സമയത്ത് 2-3 ഇൻസിഡൻസ് അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അന്ന് നമ്മൾ ഓഫീസിൽ മെഴുകുതിരെല്ലാം കത്തിച്ച് വായെല്ലാം മൂടിക്കെട്ടി കുറേ റീൽസ് എല്ലാം share മനസ്സിലായി. ചെയ്തില്ലായിരുന്നോ? അത് അതിൻ്റെ വിക്ടിം അവളാ. അല്ല, സർവൈവർ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ? ഇന്ന് HR-ലൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്ത് മീറ്റിംഗ്? ചിലപ്പോൾ ഇങ്ങനെ ഒരാളുടെ വർക്ക് ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളല്ലേ ഇപ്പം പുള്ളിക്കാരുടെ കൂടെ നിൽക്കണ്ടേ? ഞാനും അതന്നെ പറയണേ, എന്തേലൊക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ അധികം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ നമ്മുടെ ജോബിനത് ബാധിക്കും. എൻ്റെ ആണെങ്കിൽ ഇപ്പോൾ കല്യാണാലോചന നടക്കുന്ന സമയം. ഇപ്പം എന്താ ചെയ്യ? ഗുഡ് മോർണിംഗ്. ഇന്ത്യസ് ഒന്ന് വരുമോ? ആ, വരിക. എനിക്ക് നല്ല തലവേദന. ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോവാ. ആ, അതേ, അമ്മയുടെ മോൾക്ക് നാളെ കൊണ്ടുപോകാൻ ഫിഷ് ഫ്രൈ റെഡിയാക്കട്ടെ. നല്ല പുഴ മത്സ്യം കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഞാൻ നാളെ ഓഫീസിൽ പോകണില്ല. ഓ, ഒരു മടി. സ്കൂളിൽ പോണ കുട്ടിയല്ല. ഇല്ലമ്മ, ഞാൻ ആ ജോലി നിർത്തി. ആ, എന്ത് പറ്റി? അമ്മ, ഐ ക്യാൻ ഫേസ് ദം. ഏയ്, അത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ. എന്ത് സംസാരിച്ചു എന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല. എനിക്കാ അങ്ങനെ സംഭവിച്ചത്. ഞാൻ അമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അമ്മ പറയും അമ്മയ്ക്ക് മനസ്സിലാവും, അമ്മയ്ക്കെല്ലാം അറിയാം. എനിക്കാ അങ്ങനെ സംഭവിച്ചേ. എന്നെ അവര് റേപ്പ് ചെയ്തേ. നോട്ട് യു അമ്മ, നോട്ട് യു. അവരെന്റെ കാലുകളെ പിടിച്ച് കെട്ടിയേ. ആ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ മണം എനിക്ക് ഇപ്പോഴും എന്റെ മൂക്കത്ത് പോയിട്ടില്ല. I was bleeding that entire time. എന്നെ അമ്മ, എനിക്ക് അങ്ങനെ സംഭവിച്ചേ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. നല്ല നാടാ, നല്ല നാട്. പക്ഷേ ചില ആൾക്കാരാ പുഴുക്കള്. അന്ന് ഈ സംഭവം നടന്നപ്പോൾ വന്ന പത്രങ്ങൾ വല്ലതും നീ വായിച്ചിട്ടുണ്ടോ? ന്യൂസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ മഞ്ഞപ്പത്രങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ് ഒരു റേപ്പ് സ്റ്റോറി ഇത്ര ഭീകരമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ചിലതിലൊക്കെ റൂട്ട് മാപ്പും ചിത്രങ്ങളും. അത് തന്നെ എനിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയായത് നിന്റെ അടുത്ത് ഞാൻ കേൾക്കുക? നീ എന്റെ മോളല്ലേ, എനിക്ക് നിന്നെ അറിയാലോ പാറു. ഞാനിനി എന്ത് ചെയ്യുമ്പ? അതല്ലേ പറഞ്ഞത്, ചില നാട്ടുകാരാണ് പ്രശ്നം. നിന്നെ ജനറലൈസ് ചെയ്യണോണ്ടാ. നിന്നെ മനസ്സിലാക്കണവര്, നോക്ക്, നിന്റെ കൂടെ നിൽക്കണവര്, അവര് മതിയെന്നേ. ബാക്കിയുള്ളവർ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യില്ല എന്നങ്ങ് വിചാരിക്കണം. അതെ, അപ്പൊ നാളത്തേക്ക് ഫിഷ് ഫ്രൈ
പുഴ മത്സ്യം നിന്റെ ഫേവറേറ്റ്. മനമേ 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 പൂക്കൂ പതിയേ ഋതുവേ മാറുതനിയേ തനിയേ വെയിലേ പോരൂ ഇതിലേ വെറുതെ ചേരു ചിരിയേ തിരികെ മനമേ 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 പൂക്കൂ പതിയേ ഋതുവേ മാറുതനിയേ തനിയേ എല്ലാവരും എവിടെ പോയി? ഇംതിയാസിൻ്റെ ബർത്ത്ഡേയാ, എല്ലാവരും അവിടെയാ. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. എല്ലാവരോടും കൂടിയാ. ഉം. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എൻ്റെ പേര് പാർവതി. ഹിൽ പാലസിൻ്റെ അടുത്ത വീട്. വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി. കൊറോണ സമയത്ത് കേരളത്തിൽ ഒരുപാട് ചർച്ചയായ ഒരു റേപ്പ് കേസ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ് അത് പലരും മറന്നുപോയി. ചിലർക്കൊക്കെ അതൊരു 24 മണിക്കൂർ സ്റ്റോറി മാത്രമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് എനിക്കറിയാം. യെസ്, ഞാനായിരുന്നു നിൻ്റെ സർവൈവർ. നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ അകൽച്ചയൊന്നും എനിക്ക് വലിയ പുതുമയുള്ളതല്ല. കുറച്ച് കാലമായിട്ട് അതെൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആദ്യം എടുക്കാൻ നോക്കിയിട്ട് പിന്നെ ഇംതിയാസ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കഴിക്കാൻ പറ്റിയതാ? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച സ്റ്റിച്ചുണ്ടോ? 5 എണ്ണം. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും ഉണ്ടായത്. ചിലത് ശരീരത്തിന് മുറിവുണ്ടാക്കും, ചിലത് മനസ്സിന്. എനിക്കന്നുണ്ടായത് രണ്ടുമാണ്. എടാ സോറി. ഏയ്, അതെനിക്കിപ്പോൾ ഒരു ശീല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഞാൻ ഉള്ളത് നിങ്ങൾക്ക് ഓക്കോർഡാണെങ്കിൽ ഐ എം റെഡി ടു ലീവ് എനി ടൈം. പക്ഷെ നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. എവിടെയും പ്രൂവ് ചെയ്യാനൊന്നുമല്ല. എന്നാലും മറ്റാരോ ചെയ്തൊരു തെറ്റിനെ എനിക്കിനി വേദനിക്കാൻ വയ്യ. അല്ലെങ്കിലും ഞാനെന്തിനാ വേദനിക്കുന്നേ? ഞാൻ എന്തിനാ വിഷമം? മുറിവുകൾ പതിയേ കാലം മായ്ക്കില്ലേ